ദുബായിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ യാത്ര തിരിച്ച യാത്രക്കാർ ഇന്നലെ ബുദ്ധിമുട്ടിയത് ചെറുതായിട്ടൊന്നുമല്ല. ഇന്നലെ ഏറെ വൈകി, 1 മണിക്കൂറോളം വൈകി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടതിന് ശേഷം വൈകുന്നേരം 5 മണിയോടെയാണ് വിമാനം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നത്. മാത്രമല്ല, അവിടെ ചെല്ലുമ്പോൾ കൺവെയർ ബെൽറ്റിലേക്ക് യാത്രക്കാരെത്തി ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എംപ്റ്റി ആയിട്ടുള്ള കൺവെയർ ബെൽറ്റും കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ യാത്രക്കാർ സ്വാഭാവികമായും വിമാന കമ്പനികളോട് കാര്യം അന്വേഷിക്കുന്നു. ആ സമയത്താണ് അവരത് മനസ്സിലാക്കുന്നത്. 1 മണിക്കൂർ വൈകി എന്നുള്ളത് മാത്രമല്ല, അവരുടെ മൊത്തം ലഗേജും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം, ഇങ്ങോട്ടേക്ക് എടുക്കാൻ വിമാന കമ്പനി മറന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. യാത്രക്കാരാകെ ബുദ്ധിമുട്ടിലായി. പലരും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 മണിക്കൂർ വൈകി പുറപ്പെട്ടതും പോരാ, തങ്ങളുടെ ലഗേജുകളെല്ലാം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെ വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നതെന്ന് ആളുകൾ ട്വിറ്ററിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ കുറിക്കുന്നുണ്ട്. വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ ഈ ലഗേജിനുള്ളിൽ സൂക്ഷിച്ചവർക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. വിമാന കമ്പനിയിൽ നിന്ന് ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും അറിയാൻ കഴിയുന്നത് വിമാനത്തിൽ ഓവർ വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഈ ലഗേജുകളെല്ലാം മാറ്റിയതെന്നാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് യാത്രക്കാർ വീണ്ടും ചോദിക്കുന്നുണ്ട്. ലഗേജുകളെല്ലാം വേ ചെയ്തിട്ടാണല്ലോ കൃത്യമായിട്ട് വിമാനത്തിനുള്ളിൽ കയറുന്നത്. അപ്പോൾ ഏകദേശ ധാരണ വിമാന കമ്പനിക്കില്ലേ? അതായത് ഇത് ഓവർ വെയിറ്റ് ആവുന്നോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊരു ധാരണയില്ലേ എന്ന് ആളുകൾ ചോദിക്കുകയും ചെയ്യുന്നു. വിമാന കമ്പനി യാത്രക്കാരോട് തങ്ങളുടെ ലഗേജിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി നൽകൂ, കൃത്യമായി ലഗേജുകൾ എത്തിക്കാം എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും ഇതുണ്ടാക്കുന്ന അസൗകര്യം എത്രയാണെന്ന് പറയാതെ തന്നെ ആളുകൾക്കറിയാം. കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റിന്റെ മറ്റൊരു വിമാനവും വാർത്തകളിൽ സജീവമായിരുന്നു. 14 മണിക്കൂറോളമാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയത്. ഓപ്പറേഷൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ കൊണ്ട് വിമാനം പുറപ്പെടാൻ വൈകുന്നുവെന്നാണ് യാത്രക്കാരെ അറിയിച്ചത്. 14 മണിക്കൂറാണ് വിമാനത്തിനുള്ളിൽ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഇല്ലാതെ യാത്രക്കാര് കാത്തിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ്, ഒരു ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മറ്റൊരു വാർത്ത കൂടി സ്പൈസ് ജെറ്റുമായി കണക്ട് ചെയ്ത് വന്നത്. ലഗേജ് ദുബായ് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് യാത്രക്കാരുമായി വിമാനം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് സ്പൈസ് ജെറ്റുമായി ബന്ധപ്പെട്ടുണ്ടായത്. കഴിഞ്ഞ 8 വർഷമായി അബുദാബിയിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു മെയിൽ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ദവയുമായി ബന്ധപ്പെട്ടാണ്. ദവയിൽ നിങ്ങൾ അടച്ച വൈദ്യുത ബിൽ, ഓഗസ്റ്റ് മാസത്തിലെ ബിൽ അധികമായിട്ട് നിങ്ങൾ തുക അടച്ചിട്ടുണ്ട്, 350 ദിർഹം. അത് തിരികെ നൽകാം. ഇനി പറയുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുക, നിങ്ങൾ അടച്ച ബില്ലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മെയിൽ വരുന്നത്. അബുദാബിയിൽ കഴിഞ്ഞ ആള് സത്യത്തിൽ ആദ്യം ഈ മെയിൽ കണ്ട് അമ്പരന്നു. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ദവയുടെ പേരിൽ എങ്ങനെയാണ് അബുദാബിയിൽ താമസിക്കുന്ന തനിക്ക് ബില്ല് വരുന്നത്, താൻ എങ്ങനെയാണ് എപ്പോഴാണ് ഈ തുക അടച്ചത് എന്നൊക്കെ അയാൾ ആദ്യം ചിന്തിച്ചു. അതിനുശേഷമാണ് ഇങ്ങനെയും നടക്കുന്നു തട്ടിപ്പുകൾ എന്നുള്ള യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കുന്നത്. ഇമെയിൽ കണ്ട അമ്പരന്ന് ഇനി ഈ ലിങ്കിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ക്ലിക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പേഴ്സണൽ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് നമ്പറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ കയ്യിലാകുന്ന തരത്തിലേക്ക് തട്ടിപ്പിന് നമ്മൾ ഇരയായേനെ. ഇതുപോലെയുള്ള പരസ്യങ്ങളും സന്ദേശങ്ങളും അതിലൂടെ വരുന്ന ലിങ്കുകൾ, ഇതൊന്നും ക്ലിക്ക് ചെയ്യരുതെന്നുള്ളൊരു കാര്യം സൈബർ സുരക്ഷാ വിദഗ്ധർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഈ പാർട്ട് ടൈം ജോലികൾ, ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ജോലികളുമായി ബന്ധപ്പെട്ട ഓഫറുകളും മറ്റും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കരുതിയിരിക്കണമെന്നുള്ളൊരു കാര്യം UAE സൈബർ സംഘം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത്തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ കണ്ടാൽ കൃത്യം പോലീസിനെ വിവരം അറിയിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏറെ ജനപ്രിയമാകുന്ന വാക്കബിൾ സിറ്റി പദ്ധതിയുമായി അബുദാബിയും സജീവമാവുകയാണ്. താമസക്കാർക്ക് 10-15 മിനിറ്റ് നടന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് സാധിച്ച് തിരിച്ചെത്താൻ കഴിയുന്ന രീതിയിൽ വളരെ സൗകര്യപ്രദമായിട്ടുള്ള താമസ ഇടങ്ങളാണ് ഈ വാക്കബിൾ സിറ്റി പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ല, കാറുകൾക്കൊന്നും ഈ നഗരത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. 10-15 മിനിറ്റ് കൊണ്ട് നടന്നാൽ, അല്ലെങ്കിൽ ഇനി സൈക്കിളിലോ ഈ സ്കൂട്ടറിലോ ഒക്കെ പോയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് തിരികെ വരാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഈ സിറ്റിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും പ്രവർത്തിക്കുക. വളരെ സമാധാനപൂർണ്ണമായി ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകം കമ്മ്യൂണിറ്റികളായിട്ടായിരിക്കും ഈ നഗരം വിഭാവനം ചെയ്യുക. 4200 കോടി ദിർഹം ചെലവിട്ടാണ് ഇങ്ങനെ ഒരു വാക്കബിൾ സിറ്റി പദ്ധതി അബുദാബിയിൽ കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. നേരത്തെ ദുബായിൽ 20 മിനിറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതിന്റെ മറ്റൊരു വേർഷനാണ് അബുദാബി വാക്കബിൾ സിറ്റി പദ്ധതി എന്ന് പറയുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം നടക്കുമ്പോൾ ജനങ്ങളുമായി സംവദിക്കാനും അവർ തമ്മിലുള്ള നല്ല ബന്ധത്തിനും ഒക്കെ ഇടയാക്കും. പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഇത്തരം സംവിധാനങ്ങളൊക്കെ ഓൾറെഡി നിലവിൽ വന്നിട്ടുണ്ട്. UAE വളരെ സജീവമായി
ജനങ്ങൾക്ക് ഏറ്റവും മികച്ച താമസ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ വാക്കബിൾ സിറ്റി പദ്ധതി സജീവമാക്കുകയാണ്. ഇവിടങ്ങളിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കും. അതായത് ഈ പറഞ്ഞ ഫെസിലിറ്റികൾക്ക് അപ്പുറത്തേക്കുള്ള ആവശ്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവർക്ക് അതിൽ ട്രാവൽ ചെയ്യുകയും ചെയ്യാം. വളരെ വിശദമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന് മാത്രമല്ല, ഗതാഗതക്കുരുക്ക് ഉണ്ടാവില്ല, അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ് ഉണ്ടാവില്ല. ജീവിതം ഏറ്റവും ആസ്വാദ്യകരമാക്കാനാണ് ഇത്തരം പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.